സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള നിരന്തര പീഡനത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്തതിൽ പ്രതികളെ പിടികൂടാതെ പോലീസ്. ചങ്ങരംകുളം കൊഴിക്കര സ്വദേശി സലീമിന്റെ മകൾ സെബീനയാണ് മാസങ്ങൾക്ക് മുൻപ് ഭർതൃവീട്ടിൽ ആത്മഹത്യ ചെയ്തത്. ക്രൂരമർദ്ദനത്തിന്റെ തെളിവുകൾ ലഭിച്ചിട്ടും പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. 7 വർഷം മുൻപായിരുന്നു തൃശൂർ കല്ലുംപുറം സ്വദേശി സൈനുൽ ആബിദുമായുള്ള സെബീനയുടെ വിവാഹം. വിവാഹ സമ്മാനമായി അന്ന് സെബീനയുടെ പിതാവ് 41 പവൻ സ്വർണം നൽകി. ഒരു മാസത്തിനിപ്പുറം 100 പവൻ സ്വർണം സ്ത്രീധനമായി സൈനുൽ ആബിദ് ആവശ്യപ്പെട്ടു. പിന്നീട് പണം കിട്ടാതായതോടെ സെബീനയെ വർഷങ്ങളോളം ക്രൂരമായി മർദ്ദിച്ചു. ഹലോ, എന്നോട് ഇവിടെ നിൽക്കാൻ നാണെന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ടിട്ട് ഇങ്ങനെ പൊട്ടിക്ക്. ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കറിയില്ല. ഇറങ്ങി പോയിക്കോട്ടെ. അന്നെ വേണ്ടെന്ന് ഞാനെല്ലാം പറയുന്നത്. എന്തെങ്കിലും പ്രാന്താക്കുമ്പോ ആബിദിന്റെ വീട്ടുകാരും മർദ്ദനങ്ങൾക്ക് കൂട്ടുനിന്നു. വിവാഹമോചനം പറഞ്ഞായിരുന്നു സെബീനയെ ഭീഷണിപ്പെടുത്തിയത്. ഞാൻ എന്റെ അമ്മക്ക് മെസ്സേജ് അയച്ചു കൊടുത്തു. എന്റെ അപ്പാക്ക് വിളിച്ചു പറഞ്ഞു തന്നെ വേണ്ടാന്ന് പറഞ്ഞ് ഡൈവോഴ്സ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തോന്ന് പറഞ്ഞിട്ട് ഞാൻ പറയണേ കേൾക്കണം, അല്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്തോളാൻ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സാധനത്തിന് വേണ്ട. ഒടുവിൽ കഴിഞ്ഞ ഒക്ടോബർ 25-ന് പീഡനം സഹിക്കവയ്യാതെ യുവതി ആത്മഹത്യ ചെയ്തു. മരണത്തിന് തൊട്ടു മുൻപ് മാതാവ് ആബിദയ്ക്ക് സെബീന അയച്ച ചിത്രവും ശബ്ദ സന്ദേശവുമാണിത്. ഇപ്പൊ എന്നോട് ആവശ്യമൊക്കെ തൂങ്ങി മരിച്ചോളം പറഞ്ഞു. കുഴപ്പമില്ല, ഇങ്ങനായാലും ശല്യം ഒഴിവാക്കി തരാ പറഞ്ഞിരിക്കണേ. എന്നോട് പറയണ്ടേ ഇമ്മ, ഞാന് പിന്നെ ഫോൺ കട്ടാക്കാൻ ആദ്യത്തൊക്കെ വിളിക്കുന്നുണ്ടിട്ടാറിന്. പിന്നെയാണ് മോള് കയറ് കവുത്തിയിട്ടൊക്കെ വിളിക്കുന്നത്. ആ ലാസ്റ്റത്തെ വിളി, പിന്നെ ഓള് ഫോൺ വിളിച്ചില്ല. സംഭവത്തിൽ സൈനുൽ ആബിദിനെ ഉൾപ്പെടെ പ്രതിയാക്കി കുന്നംകുളം പോലീസ് കേസെടുത്തെങ്കിലും അറസ്റ്റുണ്ടായില്ല. ആബിദ് ഇതിനിടയിൽ മലേഷ്യയിലേക്ക് പോയി. പോലീസിന്റെ ഒത്താശയോടെ കേസ് ഒതുക്കി തീർക്കാനാണ് ശ്രമമെന്ന് കുടുംബം ആരോപിച്ചു. അത് അത്രയും വലിയ ആസൂത്രണം ചെയ്ത കൊലപാതകമാണ്. എന്നിട്ടും 4 പേരെ വരെ കേസുണ്ടായിട്ട് ഒരു പേരെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പോലീസിന് ഒരു നടപടി എടുക്കാൻ അതിന് കൂട്ടാൻ പറ്റിയിട്ടില്ല. അവരെ എന്താ ഒത്താശ എന്താണെന്നറിയില്ല. നമുക്ക് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണോ, അത് തെളിയുന്നവരെ അറ്റം വരെ നമ്മൾ പോകാൻ തയ്യാറുമാണ്. പ്രതികളെ പിടികൂടാത്ത പോലീസ് നടപടിയിൽ നാട്ടുകാരും പ്രതിഷേധത്തിലാണ്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദുവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, തിരൂർ. മുബഷിർ പി അക്ബർ ചേരുന്നു വിവരങ്ങളുമായി. മുബഷിർ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് സൂചിപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇത്തരത്തിലൊരു യുവതി ക്രൂരമർദ്ദനത്തിനിരയായതിന്റെയും സ്ത്രീധന പീഡനത്തിനിരയായതിന്റെയും തെളിവുകൾ ഉൾപ്പെടെ ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് പോലീസ് പ്രതികളെ പിടികൂടാത്തത്? ഏത് രീതിയിലുള്ള ഒരു അനാസ്ഥയുണ്ടെന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്? വിനീത, കഴിഞ്ഞ വർഷം ഒക്ടോബർ 25-ന് ഈ ഒരു സംഭവം നടന്ന് 2.5 മാസം പിന്നിട്ടിട്ടും ഇതുവരെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ ചോദ്യം ചെയ്യാൻ പോലും ആ കേസിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കുന്നംകുളം പോലീസ് തയ്യാറായിട്ടില്ല എന്നാണ് ഈ ഒരു മരിച്ച പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയിൽ തന്നെ വളരെ കൃത്യമായി ഈ ഒരു സംഭവത്തിൽ ആ ഒരു പെൺകുട്ടിയുടെ മൊഴി, അതുപോലെ തന്നെ ശബ്ദ സന്ദേശങ്ങൾ, ക്രൂരമർദ്ദനത്തിനിരയായ ചിത്രങ്ങൾ ഉൾപ്പെടെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. കൂടാതെ ഇത്തരത്തിൽ ആത്മഹത്യാ ഭീഷണി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തോളൂ എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ ഭർത്താവായ ആബിദിന്റെ ശബ്ദ സന്ദേശങ്ങൾ, ആബിദ് നിരന്തരം സെബീനയുടെ ഫോണിലേക്ക് അയച്ചിരുന്ന ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നൊരു ആരോപണം തന്നെയാണ് കുടുംബം ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് പോലീസ് അറസ്റ്റും അതുപോലെ പ്രധാനപ്പെട്ട നടപടികളിലേക്ക് കടക്കാത്തത് എന്നൊരു ചോദ്യം തന്നെയാണ് കുടുംബവും ഉന്നയിക്കുന്നത്. ഇതിനിടയിൽ ആബിദ് വിദേശത്തേക്ക് കടന്നായുള്ള ഒരു ആരോപണമുണ്ട്. പ്രതി ചേർക്കപ്പെട്ട ആബിദിന്റെ വീട്ടിലെ മാതാപിതാക്കളെ ഒന്നും തന്നെ ചോദ്യം ചെയ്യാനും പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മരിച്ച സെബീനയുടെ മാതാപിതാക്കൾ സെലീനയും അതുപോലെ തന്നെ ആബിദയും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഏറെ ദാരുണമായ സംഭവമായിരുന്നു. ഗാർഹിക പീഡനത്തിന്റെ അതിക്രൂരമായ മർദ്ദനങ്ങളെ തുടർന്നായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ 25-ന് ഈ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. അതിന് മുൻപ് ഏകദേശം 7 വർഷത്തോളം നീണ്ടുനിന്ന മാനസികവും ശാരീരികവുമായ പീഡനം ഈ ഒരു പെൺകുട്ടിക്കെതിരെ ഉണ്ടായിരുന്നു എന്നാണ് മാതാപിതാക്കളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ത്രീധന നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല എന്നൊരു ആരോപണത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുന്നു. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇനിയും തുടർന്ന് തന്നെയാണ് ഈ ഒരു കുടുംബം വ്യക്തമാക്കുന്നത്. വിവാഹത്തിന് ശേഷം 100 പവൻ സ്ത്രീധനം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഭർത്തൃ വീട്ടുകാരും ഭർത്താവും മർദ്ദിച്ചിരുന്നത്. അതിന് തൊട്ട് പിന്നാലെ ഏറ്റവും ഒടുവിൽ 10 ലക്ഷം രൂപ വാഹനം വാങ്ങുന്നതിന് വേണ്ടി ഈ ഒരു പെൺകുട്ടിയുടെ പിതാവിനോട് ആവശ്യപ്പെടുകയും യുവതിയുടെ കുടുംബം ഉന്നയിക്കുന്നത്. മുബഷിർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.